ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവായിരുന്നു തയ്യാറാക്കിയത്. അപ്പം കുറച്ച് അധികം വന്നു. അപ്പോൾ ഇനി ഇതെന്തോ ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാലും ഒരു വടയായിട്ട് തയ്യാറാക്കാമെന്ന്. അങ്ങനെ ഉപ്പുമാവിനകത്ത് ഞാൻ ഇഞ്ചി, സവോള, ക്യാരറ്റ് എല്ലാം രാവിലെ തയ്യാറാക്കിയിട്ടതാണ്. അതിനകത്തിലേക്ക് ഞാൻ ഇനി ഇടാൻ പോകുന്നത് 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ. അതിട്ടത് നല്ല ഒരു ക്രിസ്പി അത് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് എരിക്കനുസരിച്ച് മുളക് പൊടി, ഞാൻ രാവിലെ പച്ചമുളകൊക്കെ ഇട്ടതാണ്, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ശകലം. ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ഒന്ന് കുഴച്ചെടുക്കണ്ടേ. നമ്മൾ നല്ലതുപോലെ കുഴച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു ഉരുളയാക്കി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഉഴുന്നുവടയുടെ ഷേപ്പാണ് എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തത്. ബാക്കി എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പം ഇങ്ങനെ തുളയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയത്. കണ്ടോ, നമ്മൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരാം. കണ്ടോ, കടുകെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ രാവിലത്തെ ആ കടുകാണ്. നമുക്ക് എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേ 2-3 എണ്ണം എടുത്തിടാം. നമുക്കിതിന് വലിയ എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. ഒരു 4 എണ്ണം വെച്ചിടാം. നല്ലതുപോലെ നല്ല മെറൂൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മൊരിഞ്ഞിരിക്കുകയാണ്. ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവറുണ്ട്. ഞാനിത് സ്ഥിരം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, ഇതിനകം നല്ല വെന്ത് നല്ല ഇരുന്ന്